മമ്മൂട്ടിയുടെ ബ്രഹ്മാണ്ഡ ചിത്രം ഒരുങ്ങുന്നു. 100 കോടി എത്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കളങ്കാവൽ മനസ്സിലാക്കേണ്ടത്, അതായത് സ്റ്റാർഡം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കളങ്കാവൽ എന്ന് പറയുന്ന ഒരു സിനിമാറ്റിക് ഒരു രീതിയിലില്ലാത്ത സിനിമ 84 കോടി രൂപയോളം നേടി ടോപ്പ് 5-ൽ 2025 വന്ന സിനിമയാണ്. ഈ സിനിമയിൽ ചിലപ്പോൾ വേറൊരാൾ അഭിനയിക്കാൻ ചാൻസും ഇല്ല, ഈ പടം സെലക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. അടുത്ത വർഷം മമ്മൂട്ടിയുടെ ഗംഭീര ഒരു പ്രൊജക്റ്റ് നമ്മുടെ ക്യൂബ്സ് എന്റർടൈൻമെന്റ് അവർ ഒരു പടം മാർക്കാണ് ചെയ്തത്. 2 കാട്ടാളനാണ്. ഇത്രയധികം എനിക്ക് തോന്നുന്നു, ഇത്രയധികം നമ്മൾ ഒരുപാട് ആശീർവാദ ഗംഭീര പ്രൊഡക്ഷൻ, ഗോകുലം ഇവരെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ഈ 2 പടത്തും കൊണ്ട് തന്നെ ശ്രദ്ധേയമായത് ഇവരുടെ പബ്ലിസിറ്റിയാണ്. ഭയങ്കര പബ്ലിസിറ്റിയാണ്. ഓരോ ദിവസവും ഓരോ രീതിയിലാണ്. കഴിഞ്ഞ ദിവസം എന്നൊരു ലെറ്റർ വന്നിട്ട് മമ്മൂട്ടിയാണ് അറിയാമല്ലോ എന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ കൊടുത്ത് അവർ അടുത്ത വർഷം ഒരു പകുതി കഴിഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ ആ സിനിമ. പക്ഷേ ഇപ്പോഴേ അതിൻ്റെ എല്ലാ രീതിയിലും എല്ലാവരും അറിയിച്ച് ഇങ്ങനെ സിനിമ ഉണ്ടെന്നുള്ളത്. അന്നേരം മമ്മൂട്ടിയുടെ കൂട്ടത്തിൽ ടെക്നിക്കലി ഗംഭീര ടീമുണ്ട് ആ സിനിമയിൽ ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഏറ്റവും ഗംഭീര ടീമുകളാണ് ടെക്നിക്കലി. വിദേശ ഭാഷകളിലുള്ള നടന്മാരും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് അറിയാൻ പറ്റിയ 100% ഉറപ്പുള്ളത് ആസിഫ് അലി, മമ്മൂട്ടിയുടെ കൂട്ടത്തിൽ ആസിഫ് അലി, നമ്മുടെ നസ്ലിൻ, ലുക്മാൻ, ഇവരുള്ള യുവനിരകളെല്ലാം സജ്ജമാണ് സിനിമയ്ക്ക്. എന്തായാലും ബ്രഹ്മാണ്ഡ ഒരു സിനിമ തന്നെയാണ്. ഈ സിനിമ ഈ പറഞ്ഞ പോലെ എമ്പുരാനും ഇതുപോലൊക്കെ വന്ന സിനിമയാണ്. ഗംഭീരമായിട്ട് മേക്ക് ചെയ്യുകയും, ഖാലിദ് റഹ്മാനാണ്, മോശക്കാരനല്ല, ഗംഭീരമായിട്ട് മേക്ക് ചെയ്യുകയും ടെക്നിക്കലിയും അതുപോലെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലാണെങ്കിൽ ഇതൊരു കളക്ഷൻ റെക്കോർഡ് തൂക്കാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റമാണ് വരാൻ പോകുന്നത്. അത് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അവരതുപോലെയാണ് എല്ലാം ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അവസാനം വിധി എഴുതുന്ന പ്രേക്ഷകരാണ്. തിയേറ്ററിൽ ആദ്യത്തെ ഷോ കഴിയുമ്പോൾ അറിയാം. എന്നാലും ഈ രീതി പോയി കഴിഞ്ഞാൽ എന്തായാലും പ്രീ സെയിൽ കളക്ഷൻ, ഇനീഷ്യൽ കളക്ഷനൊക്കെ നല്ല രീതിയിൽ വരാൻ ചാൻസും ഈ സിനിമയ്ക്കുണ്ട്.